അപ്പൊ കിബില അറിയിച്ചു കൊടുക്കണം. കിബിലയെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം അത് സംബന്ധമായി മസ്അലയും പഠിക്കണമല്ലോ, അതുകൊണ്ട് പറയാം. ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഖിബിലയുടെ നേരെ അതിൻ്റെ ആയിന് നേരെ പോയിട്ട് ആ കഅബയുടെ ചുമരിൻ്റെ തട്ടുന്ന വിധത്തിൽ നമ്മൾ ഖിബിലയിലേക്ക് തിരിയണം എന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വേറെ മദ്ഹബുകളിൽ ചില ഇളവുകൾ, ജിഹത്ത്, അതിപ്പോൾ വിശദീകരിക്കല്ല, ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി എന്നൊക്കെ ഉണ്ട്. നേരെ അടുത്ത് തന്നെയാണെങ്കിൽ ഖിബില ശരിക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഖിബില ഉറപ്പിച്ചിട്ട് തന്നെ നിസ്കരിക്കണം. ഉദാഹരണത്തിന് കഅബത്തിന്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ കഅബത്തിന്റെ കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മറയത്താണ് നമ്മളുള്ളത്. കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ കഅബം കാണും. അപ്പോൾ അവിടെ സുമാർ വെച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. നമ്മളവിടെ ഖിബില കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ദൂരെ നിന്ന് ഖിബിലയിലേക്ക് നിസ്കരിക്കും പോലെ അല്ല, കഅബത്തിന്റെ പരിസരത്ത് അതിൻ്റെ അടുത്തെത്തിയിട്ട് നിസ്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മസ്ജിദുൽ ഹറാമിൽ എല്ലാ ഭാഗങ്ങളിലും കഅബയെ കേന്ദ്ര ബിന്ദുവാക്കി വട്ടത്തിൽ വൃത്തം വരച്ചിരിക്കുകയാണ്. ആ വൃത്തത്തിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ വര, അതിനോട് മടമ്പ് ചേർത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കണം. എന്നാൽ തീർച്ചയായും അത് ഖിബിലയിലേക്ക്, കഅബ ശരീഫിലേക്ക് തന്നെ ആയിരിക്കും. അവിടെ നമ്മൾ ഒരല്പം തെറ്റിപ്പോയാൽ കഅബത്തിന്റെ അടുത്താണ് നമ്മളുള്ളത്, പക്ഷേ ആ വൃത്തത്തിന്റെ ആ വരയിൽ നിന്ന് അല്പം തെറ്റി നിന്ന് പോയാൽ കഅബ എവിടെയോ ഉണ്ടാകും, നമ്മൾ നിസ്കരിച്ചത് വേറെ എവിടെയോ ആയിരിക്കും. അത് അത്തരത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അഥവാ കഅബ ശരീഫാണ് ഉദ്ദേശിക്കുന്നത്, അതിലേക്ക്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം.